ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ വെള്ളമെല്ലാം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് റവയാണ് എടുത്തേക്കുന്നത്. അതേ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കത്തില്ലേ, അതിനെക്കാട്ടി കുറച്ചുകൂടെ വെള്ളം എടുക്കും നമ്മളിതിൽ. തീ കൂട്ടി വെച്ചാൽ നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസിൻ്റെ തീ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തെറിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഉഴുന്നവടയുടെയൊക്കെ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടി വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിലുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ തട്ടിലാക്കി വെച്ചേക്കുന്ന ഇത് നമുക്കൊന്ന് വേവിച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അതൊക്കെ നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി, 5 വറ്റൽമുളക്, ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 സവാള ഇതേപോലെ വലുതായിട്ടരിയാണ് ഇട്ടേക്കുന്നത്. നമുക്കിത് അരച്ചെടുക്കാനുള്ള, അപ്പോൾ ഈ വലുതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്.
ഈ തക്കാളിയും സവാളയും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലോണം വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും റവ വെച്ച് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേണൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതേപോലെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.